മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ പാർട്ടിലെടുത്തത് നെറ്റ് അസറ്റ് മെത്തേഡാണ്. അതിൽ എ ലിമിറ്റഡ് കമ്പനി ബി ലിമിറ്റഡ് കമ്പനി ക്ലോസ് ചെയ്ത് സി ലിമിറ്റഡ് കമ്പനി, അപ്പോൾ അവിടെ എ ലിമിറ്റഡ് കമ്പനി ക്ലോസ് ചെയ്തു, ബി ലിമിറ്റഡ് കമ്പനി ക്ലോസ് ചെയ്തു. അടുത്തത് പർച്ചേസിങ് കമ്പനി സി ലിമിറ്റഡാണ്. സി ലിമിറ്റഡ് കമ്പനിയുടെ ബുക്കിലെ ജേണൽ എൻട്രീസാണ്. ജേണൽ ഓഫ് സി ലിമിറ്റഡാണ്. ജേണൽ ഓഫ് സി ലിമിറ്റഡ്. സി ലിമിറ്റഡ് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്പർ 1, പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ. എൻട്രി ഇതാണ്. ബിസിനസ് പർച്ചേസ്, ബിസിനസ് പർച്ചേസ്, ഡെറ്റർ ടു ലിക്വിഡേറ്റർ ഓഫ് എ ലിമിറ്റഡ്. എ ലിമിറ്റഡ് കൺസിഡറേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ 3,45,600. ടു ലിക്വിഡേറ്റർ ഓഫ് ബി ലിമിറ്റഡ്, അവരുടെ കൺസിഡറേഷൻ 1,56,000, 1,56,000 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടി ബിസിനസ് പർച്ചേസിന് ഡെബിറ്റ് 0, 6, 65, 11, 1, 4, 10, 1, 2, 3, 5. ഇതാണ് ആദ്യത്തെ എൻട്രി. ബിസിനസ് പർച്ചേസ് ഡെറ്റർ ടു ലിക്വിഡേറ്റർ ഓഫ് എ ലിമിറ്റഡ് ടു ലിക്വിഡേറ്റർ ഓഫ് ബി ലിമിറ്റഡ്. കൺസിഡറേഷൻ ഡ്യൂ ആയി. 2, ഏറ്റെടുക്കുന്ന അസറ്റ്സും ലയബിലിറ്റീസും റെക്കോർഡ് ചെയ്യണം. ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. ഡിഫറൻസ് ഒന്നുകിൽ ഗുഡ്വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ ഇവിടെ ഏറ്റെടുക്കുന്നത് എ ലിമിറ്റഡ് പ്രിമൈസസ്, പ്രിമൈസസ് ഡെറ്റർ. പ്രിമൈസിൻ്റെ പുതിയ വില പറഞ്ഞിട്ടുണ്ട്, അതായത് 1,50,000. നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി, അല്ലെ മെഷീനറി ഡെറ്റർ. അവിടെ 2 കമ്പനിയുടെ 20% മോർ ദാൻ ബുക്ക് വാല്യൂ നമ്മൾ കൺസിഡറേഷൻ കണ്ടിട്ടുണ്ട്. അതിൽ എ ലിമിറ്റഡ് 48,000, ബി ലിമിറ്റഡ് 60,000. 60ഉം 48ഉം 1,08,000, 1,08,000 മെഷീനറി. ബാക്കിയെല്ലാം ബുക്കിൽ കിടക്കുന്ന അതേ വിലയ്ക്ക് തന്നെ. സ്റ്റോക്ക് ഡെറ്റർ, സ്റ്റോക്ക് ഡെറ്റർ, സ്റ്റോക്ക് 70ഉം 60ഉം 7, 6, 13, 1,30,000. നെക്സ്റ്റ് ഡെറ്റേഴ്സ് ഡെറ്റർ, ഡെറ്റേഴ്സ് ഡെറ്റർ 40ഉം 30ഉം 70,000. നെക്സ്റ്റ് ക്യാഷ് അറ്റ് ബാങ്ക് ഡെറ്റർ, ക്യാഷ് അറ്റ് ബാങ്ക് ഡെറ്റർ രണ്ടും കൂടി 20ഉം 10ഉം 30,000. ഏറ്റെടുത്ത അസറ്റ്സ് സ്വല്പം സ്പേസ് വിടും, ചിലപ്പോൾ ഗുഡ്വിൽ വരും. 2, ലയബിലിറ്റി ഏറ്റെടുത്തത് ക്രെഡിറ്റേഴ്സ് ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സ്. എ ലിമിറ്റഡ് 40,000, ബിയുടെ 30,000, 40, 30, 70,000. To business purchase, business purchase
ഇതാണ് 5,16,600. 5,16,600. ഇനി ഡിഫറൻസ് നോക്കണം. ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. 70,000 പ്ലസ് 5,16,600 കൂട്ടുമ്പോൾ 0, 0, 6, 1, 7, 5. 5,71,600. ഇനി ഇതെല്ലാം കൂടെ കൂട്ടും. ഇവിടെ കൂട്ടുമ്പോൾ 30, 70, 1,00,000. 1, 2, 2, 30. 3, 30. 3, 38. 4, 38. 38, 50. 4,88,000. 4,88,000 ഡെബിറ്റ് ടോട്ടൽ. ഡിഫറൻസ് എന്ന് പറയുന്നത് 0, 0, 6, 11 നെട്ടും പോയിട്ട് 3, പിന്നെ ഇവിടെ 6, 16 നെട്ടും പോയിട്ട് 8. 83,600. അതായത് ക്രെഡിറ്റാണ് കൂടുതൽ. അപ്പോൾ ഡിഫറൻസ് ഡെബിറ്റ് ചെയ്യണം. അക്കൗണ്ട് ഗുഡ്വില്ലാണ്. ഗുഡ്വിൽ ഡെറ്റർ 83,600. ഇതാണ് അസറ്റ്സും ലയബിലിറ്റിയും റെക്കോർഡ് ചെയ്തു. ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ഡിഫറൻസ് ഇവിടെ ക്രെഡിറ്റാണ് കൂടുതൽ, ഗുഡ്വിൽ ചാർജ് ചെയ്തു. നെക്സ്റ്റ് കൺസിഡറേഷൻ കൊടുക്കുന്നതാണ്. കൺസിഡറേഷൻ കൊടുക്കുമ്പോൾ തേർഡ് വൺ, ലിക്വിഡേറ്റർ ഓഫ് വെണ്ടർ കമ്പനി. വെണ്ടർ കമ്പനി ഇവിടെ ഏതൊക്കെയാണ്? എ ലിമിറ്റഡ് ഉണ്ട്, ബി ലിമിറ്റഡ് ഉണ്ട്. ലിക്വിഡേറ്റർ ഓഫ് എ ലിമിറ്റഡ് ഡെറ്റർ 3,45,600. ലിക്വിഡേറ്റർ ഓഫ് ബി ലിമിറ്റഡ് ഡെറ്റർ 1,56,000. ഇത് കൊടുക്കുന്നത് ഷെയറാണ്. നേരിട്ട് ചോദ്യത്തിൽ പറഞ്ഞു, ദ പർച്ചേസ് കൺസിഡറേഷൻ ഈസ് ഡിസ്ചാർജ്ഡ് ഇൻ ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർസ് അറ്റ് ₹10 എന്നാണ്. അപ്പോൾ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അതായത് 5,01,600. ഈ 3 സ്റ്റെപ്സാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വെണ്ടർ കമ്പനി ലിക്വിഡേഷൻ എക്സ്പെൻസ് പർച്ചേസിംഗ് കമ്പനി മെറ്റ് ചെയ്യുന്നില്ല. പർച്ചേസിംഗ് കമ്പനി ഫോർമേഷൻ എക്സ്പെൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കണക്കിൽ പർച്ചേസിംഗ് കമ്പനിയുടെ ബുക്കിൽ ഈ 3 സ്റ്റെപ്സ്. ആദ്യം കൺസിഡറേഷൻ ഡ്യൂ ആയി, അസറ്റ്സ് ലയബിലിറ്റീസ് റെക്കോർഡ് ചെയ്തു, ബിസിനസ് പർച്ചേസ് ക്ലോസ് ചെയ്തു, ഡിഫറൻസ് ഗുഡ്വിൽ ചാർജ് ചെയ്തു, നെക്സ്റ്റ് കൺസിഡറേഷൻ കൊടുത്തു. നെറ്റ് അസറ്റ് മെത്തേഡിലെ ആ കണക്ക്. ഈ കണക്ക് യൂണിവേഴ്സിറ്റി പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. MG യൂണിവേഴ്സിറ്റിയും ചോദിച്ചിട്ടുണ്ട്, കേരള യൂണിവേഴ്സിറ്റിയും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യുക കണക്ക്. അടുത്തത് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡാണ്. നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് അമാൽഗമേഷൻ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡാണ്. അതായത് കൺസിഡറേഷൻ കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം പഠിച്ച ലംസം മെത്തേഡ്, അതിൻ്റെ അടുത്ത് നെറ്റ് അസറ്റ് മെത്തേഡ്, അടുത്ത നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡാണ്. നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 4.79 പ്രാക്ടിക്കൽ പ്രോബ്ലം നമ്പർ 6 ആണ്. പ്രാക്ടിക്കൽ പ്രോബ്ലം നമ്പർ 6 അത് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൻ്റെ കണക്കാണ്. ദ ഫോളോയിങ് ആർ ദി ബാലൻസ് ഷീറ്റ് ഓഫ് എക്സ് ലിമിറ്റഡ് ആൻഡ് വൈ ലിമിറ്റഡ് as on 30th June 2016.
രണ്ട് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഉണ്ട്, എക്സ് വൈ. പിന്നെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്, നമ്മളെ പുതിയ ബാലൻസ് ഷീറ്റും ഉണ്ട്, പഴയ ബാലൻസ് ഷീറ്റും ഉണ്ട്. പാരഗ്രാഫിൽ ഇങ്ങനെ പറഞ്ഞു, ഇസഡ് ലിമിറ്റഡ് ഈസ് ഫോംഡ് with an authorized capital of rupees 15 lakhs divided into shares of rupees 10 each in a scheme of amalgamation of X Limited and Y Limited. All the assets and liabilities are taken over in their book values except plant and machineries which are to be taken over at 4 lakh each എന്നാണ്. രണ്ട് കമ്പനിയുടെയും അസറ്റ്സ് ലയബിലിറ്റി ഏറ്റെടുക്കുന്നു. ബുക്ക് വാല്യൂവിന് ഏതൊഴികെ പ്ലാന്റ് ആൻഡ് മെഷീനറി മാത്രം രണ്ട് കമ്പനിയുടെ ഏറ്റെടുക്കുന്ന 4 ലക്ഷം വീതമാണ്. അടുത്തത്, ദ ഫോളോയിങ് ഈസ് എഗ്രീഡ്. ഒന്ന്, ഡിബഞ്ചർ ഓഫ് ബോത്ത് കമ്പനീസ് ടു ബി ഡിസ്ചാർജ്ഡ് ബൈ ദ ഇഷ്യൂ ഓഫ് 15% ഡിബഞ്ചേഴ്സ് ഫോർ ദി സെയിം എമൗണ്ട് എന്നാണ്. ശ്രദ്ധിക്കണം, രണ്ട് കമ്പനിയും ഡിബഞ്ചർ ഏറ്റെടുക്കുന്നുണ്ട്. ആ ഡിബഞ്ചർ ഏറ്റെടുത്തിട്ട് അത് ഡിസ്ചാർജ് ചെയ്യുന്നു. പർച്ചേസിങ് കമ്പനിയുടെ 15% ഡിബഞ്ചർ കൊടുക്കുന്നു. നമ്മൾ വെണ്ടർ കമ്പനിയുടെ ബുക്കിൽ വരുമ്പോൾ ഡിബഞ്ചർ എന്ത് ചെയ്താൽ മാത്രം മതി? റിയലൈസേഷനിലോട്ട് ക്ലോസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ ഡിബഞ്ചർ ഏറ്റെടുത്തുകൊണ്ട് ആ ഡിബഞ്ചർ പർച്ചേസിങ് കമ്പനി ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. ഇവിടെ വെണ്ടർ കമ്പനിയുടെ ബാലൻസിൽ ഡിബഞ്ചർ 12% ഡിബഞ്ചറാണ്. ആ 12% ഡിബഞ്ചർ പർച്ചേസിങ് കമ്പനി ഏറ്റെടുക്കുന്നു. അത് ഏറ്റെടുത്തുകൊണ്ട് പുതിയ കമ്പനിയുടെ 15% ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. അത് റെക്കോർഡ് ചെയ്യേണ്ടത് പർച്ചേസിങ് കമ്പനിയുടെ ബുക്കിലാണ്. രണ്ട്, അത് കൺസിഡറേഷൻ കണ്ടുപിടിക്കാനാണ്. നെറ്റ് പേയ്മെന്റ് മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ, വെണ്ടർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് പർച്ചേസിങ് കമ്പനി എന്തൊക്കെയാണോ കൊടുക്കുന്നത് അതെല്ലാം കൂടെ കൂട്ടിക്കിട്ടുന്ന ഫിഗറാണ് പർച്ചേസ് കൺസിഡറേഷൻ. ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എക്സ് ലിമിറ്റഡ് ടു ബി ഇഷ്യൂഡ് 3 equity shares of rupees 10 fully paid each for every 5 shares held and rupees 3 per share in cash. ആ ഒരൊറ്റ സെന്റൻസിൽ നിന്നും എക്സ് ലിമിറ്റഡിന്റെ കൺസിഡറേഷൻ കിട്ടും. ശ്രദ്ധിക്കുക, പർച്ചേസ് കൺസിഡറേഷൻ. ആദ്യം നമുക്ക് രണ്ട് കമ്പനിയുടെയും പർച്ചേസ് കൺസിഡറേഷൻ കാണണം. പർച്ചേസ് കൺസിഡറേഷൻ, പർച്ചേസ് കൺസിഡറേഷൻ ഇവിടെ ആദ്യം എക്സ് ലിമിറ്റഡിൻ്റെ, അതാണ് രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എക്സ് ലിമിറ്റഡ് ടു ബി ഇഷ്യൂഡ്. എക്സ് ലിമിറ്റഡില് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് 3 equity shares of rupees 10 each fully paid. Fully paid each for every 5 shares held എന്നാണ്. ഓരോ 5 ഷെയർ എടുത്തവർക്ക് പർച്ചേസിംഗ് കമ്പനിയുടെ 10 രൂപ വിലയുള്ള 3 ഷെയർ നൽകുന്നു. അപ്പോൾ ഇവിടെ എക്സ് ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കണം. ബാലൻസിൽ അവർ ഷെയർ ക്യാപിറ്റൽ വന്നിരിക്കുന്നത് 5 ലക്ഷമാണ്. ആ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഷെയർ ക്യാപിറ്റൽ എത്രയാണ് നോക്കുക, 5 ലക്ഷമാണ് എക്സിൻ്റെ ഷെയർ ക്യാപിറ്റൽ. ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ 10 ആണ്. ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷമാണ്, ഫേസ് വാല്യൂ 10 ആണ്. അപ്പോൾ ഓഹരികളുടെ എണ്ണം എന്ന് പറയുന്നത് 50,000 50,000 ഷെയർസ് ഓഫ് rupees 10 ഈച്ച് ആണ്, 5 ലക്ഷം. അപ്പോൾ ഇവിടെ കൺസിഡറേഷൻ പറഞ്ഞതാണ് എക്സ് ലിമിറ്റഡിലെ ഷെയർ ഹോൾഡേഴ്സിന്
എന്താ കൊടുക്കുന്നത്? 3 equity shares of ₹10 fully paid each for every 5 shares. ഓരോ 5 ഷെയർ എടുത്തവർക്ക് 10 രൂപ വിലയുള്ള 3 ഷെയർ. അപ്പോൾ ഇവിടെ ഷെയറായിട്ട് കൊടുക്കുന്നത് ഷെയറിൻ്റെ എണ്ണം 50,000 എക്സ് ലിമിറ്റഡിലെ ഓഹരികളുടെ എണ്ണം 50,000. ഇതെങ്ങനെ മനസ്സിലായി? ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷം. ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്? 10 രൂപ. അപ്പോൾ ഓഹരികളുടെ എണ്ണം 50,000. ഇവിടെ ഓരോ 5 ഷെയർ ഉണ്ട്. പർച്ചേസിംഗ് കമ്പനിയുടെ 3 ഷെയറാണ്. അത് എത്ര രൂപ വെച്ച് കൊടുക്കുന്നു? 10 രൂപ വെച്ച്. ഇത് ഇങ്ങനെയാണ്. 3 shares of ₹10 each for every 5 shares എന്നാണ്. 10 രൂപ വിലയുള്ള 3 ഷെയർ കൊടുക്കും ഓരോ 5 ഷെയർ എടുത്തവർക്ക്. അപ്പം എങ്ങനെ കണ്ടുപിടിക്കാം? കൊടുക്കുന്ന ഷെയർ 50,000 ഡിവൈഡ് ബൈ 5. ഓരോ 5 ഷെയർ എടുത്തവർക്ക് ഇവിടുത്തെ എത്ര ഷെയർ കൊടുക്കും? 3 ഷെയർ. അപ്പോൾ മൊത്തം കൊടുക്കുന്ന ഷെയർ എണ്ണം 59 പൈറ്റി 3 30,000 ഷെയറാണ് കൊടുക്കുന്നത്. 30,000 ഷെയർ എത്ര രൂപ വിലയുള്ളതാണ്? 10 രൂപ വിലയുള്ള. 30,000 കൂടെ 10 സമം 3 ലക്ഷം. ഇതാണ് 3 ലക്ഷം രൂപ. ഇത് മോഡ് ഓഫ് ഡിസ്ചാർജ്. പർച്ചേസിംഗ് ഡിസ്ചാർജ് ഇതെങ്ങനെയാണ്? ഷെയർസാണ്. ഷെയർസാണ് കൊടുക്കുന്നത്. അതുകൂടാതെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് ആൻഡ് ₹3 per share in ക്യാഷ്. ഓരോ ഷെയറിനും 3 രൂപ വെച്ച് ക്യാഷും കൊടുക്കുന്നുണ്ട്. ഷെയറിൻ്റെ എണ്ണം എത്രയാണ്? 50,000. അപ്പോൾ കാശ് കൊടുക്കുന്നത് 50,000 ഷെയറുണ്ട്. ഓരോ ഷെയറിനും 3 രൂപ വെച്ച് ക്യാഷ്. 50,000 ഗുണം 3 സമം 1,50,000. അതെങ്ങനെ കൊടുക്കും? ക്യാഷായിട്ട് കൊടുക്കും. അപ്പം കൺസിഡറേഷൻ മൊത്തം 4,50,000. എക്സ് ലിമിറ്റഡിലെ ഓരോ 5 ഷെയർ എടുത്തവർക്ക് പർച്ചേസിംഗ് കമ്പനിയുടെ 10 രൂപ വരെയുള്ള 3 ഷെയർ നൽകും. അപ്പോൾ ഷെയറിൻ്റെ എണ്ണം 50,000 ഡിവൈഡ് ബൈ 5 × 3. അപ്പോൾ കൊടുക്കുന്ന ഷെയറിൻ്റെ എണ്ണം 30,000. എത്ര രൂപ വെച്ച്? 10 രൂപ വെച്ച് 3 ലക്ഷം. അതുകൂടാതെ ഓരോ ഷെയറിനും 3 രൂപ വെച്ച് ക്യാഷ്. അപ്പോൾ കൺസിഡറേഷൻ മൊത്തം 4,50,000. ഇതാണ് പർച്ചേസ് കൺസിഡറേഷൻ. ആരുടെയാണ്? എക്സ് ലിമിറ്റഡിൻ്റെയാണ്. ഇനി വൈ ലിമിറ്റഡ്. അടുത്ത സെൻസ് അതാ പറഞ്ഞിരിക്കുന്നത്. അതായത് മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് വൈ ലിമിറ്റഡ് ടു ബി ഇഷ്യൂഡ് 2 equity shares of ₹10 each for every 5 shares held and ₹2 per share in cash. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് വൈ ലിമിറ്റഡ്. വൈ ലിമിറ്റഡിലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഷെയർ വീതം കൊടുക്കും? 2 ഷെയർ വീതം. എത്ര രൂപ വിലയുള്ളത്? 10 രൂപ വിലയുള്ളത്. എത്ര ഷെയർ എടുത്തവർക്ക്? അവിടുത്തെ ഓരോ 5 ഷെയർ എടുത്തവർക്ക്. അപ്പം അവരുടെ ഷെയർ ക്യാപിറ്റൽ നോക്കുക, 4 ലക്ഷമാണ്. ഷെയറിൻ്റെ ഫേസ് വാല്യൂ 10 ആണ്. അപ്പോൾ ഷെയറിൻ്റെ എണ്ണം 40,000. അപ്പോൾ 40,000 ഷെയർ ഉണ്ട്. ഓരോ 5 ഷെയർ എടുത്തവർക്ക് പർച്ചേസിംഗ് കമ്പനിയുടെ 2 ഷെയർ. അപ്പോൾ 8 40. 8,000 × 2 = 16,000 ഷെയറാണ് കൊടുക്കുന്നു. എത്ര രൂപ വെച്ച് കൊടുക്കും? 10 രൂപ വെച്ച്. അപ്പോൾ ഷെയർ കൊടുക്കുന്ന 1,60,000 രൂപയ്ക്കാണ് ഷെയർസ്. ഇതുകൂടാതെ ഓരോ ഷെയറിനും 2 രൂപ വെച്ച് ക്യാഷ് കൊടുക്കുന്നു. 40,000 ഷെയറുണ്ട്. 40,000 × 2 = 80,000. ഇത് ക്യാഷായിട്ട് കൊടുക്കും. 1,60,80 2,40,000 വൈ ലിമിറ്റഡിൻ്റെ പർച്ചേസ് കൺസിഡറേഷൻ.
അപ്പോൾ ആ കണക്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് 2 എക്സ് ലിമിറ്റിൻ്റെ കൺസിഡറേഷൻ കണ്ടുപിടിക്കാനാണ്, 3 വൈ ലിമിറ്റിൻ്റെ കൺസിഡറേഷൻ കണ്ടുപിടിക്കാനാണ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞ ഇസഡ് ലിമിറ്റഡ്, അതായത് പുതിയ കമ്പനി ഇഷ്യൂഡും 30,000 ഷെയർസ് ഓഫ് ₹10 each ടു ദ പബ്ലിക് അറ്റ് ₹12 per share. ഇസഡ് ലിമിറ്റഡ് പബ്ലിക്കിന് ഓഹരി വിൽക്കുന്നു. ഒരു ഓഹരി എത്രയാണ്? മുഖവില 10, കൊടുക്കുന്നത് ₹2 പ്രീമിയത്തിനാണ്. അതാരുടെ ബുക്കിൽ മതി? പർച്ചേസിങ് കമ്പനിയുടെ ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം വെണ്ടർ കമ്പനി ക്ലോസ് ചെയ്യാം. വെണ്ടർ കമ്പനി ഏതൊക്കെയാണ്? എക്സും വൈയും. അപ്പോൾ ആദ്യം നമ്മൾ കൺസിഡറേഷൻ കണ്ടു. അതായത് എക്സ് ലിമിറ്റിലെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് ₹4,50,000. അതെങ്ങനെ കൊടുക്കുന്നു? ₹3,00,000 ഷെയറും ₹1,50,000 ക്യാഷും. വൈ ലിമിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് $2,40,000. അപ്പോൾ $1,60,000 ഷെയറും $80,000 ക്യാഷും. അപ്പോൾ ആദ്യം നമുക്ക് ജേണൽ ഓഫ് എക്സ് ലിമിറ്റഡ് ആണ്. ക്ലോസിംഗ് ജേണൽ ഓഫ് എക്സ് ലിമിറ്റഡ്. ഈ കണക്കിൽ വരുന്നത് ആദ്യം അസറ്റ് ക്ലോസ് ചെയ്യും. അസറ്റിലൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഉണ്ട്. അതായത് ബാലൻസ് ഷീറ്റിൽ പുതിയ ബാലൻസ് ഷീറ്റ് എടുക്കുകയാണെങ്കിൽ ആ റിസർവ്സ് ആൻഡ് സർപ്ലസ് നോട്ട് നമ്പർ 1, ആ 1-ൽ റിസർവ് ഫണ്ട് ഉണ്ട് 60,000, എക്സിന് പ്രിലിമിനറി എക്സ്പെൻസ് 25,000, അത് കുറച്ചിരിക്കുകയാണ്. അത് ഫിക്റ്റീഷ്യസ് അസറ്റാണ്. എന്നാൽ പഴയ ബാലൻസ് ഷീറ്റ് എടുക്കുകയാണെങ്കിൽ നേരിട്ട് അസറ്റ് സൈഡിൽ പ്രിലിമിനറി എക്സ്പെൻസ് 25,000 തന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ബാലൻസ് ഷീറ്റ് ആകുമ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റ്, റിസർവ്സ് ആൻഡ് സർപ്ലസ് അതിൽ നിന്നും കുറച്ച് കാണും. പഴയ ബാലൻസ് ഷീറ്റാണ് നേരിട്ട് എവിടെ കാണും? അസറ്റ് സൈഡിൽ കാണും. അപ്പോൾ ഈ കണക്കിൽ നമുക്കാദ്യം അസറ്റ് ക്ലോസ് ചെയ്യണം. അസറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫിക്സഡ് അസറ്റ്സ്, ടാൻജിബിൾ നോട്ട് നമ്പർ 3, ടാൻജിബിൾ ലാൻഡ് ബിൽഡിംഗ് ഉണ്ട്, പ്ലാൻ മെഷീനറി ഉണ്ട്. അപ്പോൾ ഒന്ന് റിയലൈസേഷൻ ഡെറ്റർ, 2 ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. എക്സ് ലിമിറ്റിന് 3,00,000. 2 പ്ലാന്റ് ആൻഡ് മെഷീനറി, എക്സിൻ്റെ 2,50,000. 2,50,000. നെക്സ്റ്റ് അസറ്റ്, ടാൻജിബിൾ അസറ്റ് നമ്മൾ എടുത്തു. കറണ്ട് അസറ്റ് അതിവിടെ സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ക്യാഷ്. സ്റ്റോക്ക് ടു സ്റ്റോക്ക്, സ്റ്റോക്ക് അവിടെ 3,00,000. ഡെറ്റേഴ്സ് 1,20,000. ക്യാഷ് അവരുടെ 5,000. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 3, 2, 5, 5,50, 8,50, 9,50, 9,70, 9,75. 3,00,000 പ്ലസ് 2,50,000. 3 2 5, 5,50, 5 3 8, 8,50, 9,50, 20, 9,70, 9,75,000 റിയലൈസേഷൻ ഡെബിറ്റ്സ്. അസറ്റ് ക്ലോസ് ചെയ്തു. റിയലൈസേഷൻ ഡെറ്റർ ടു അസറ്റ്സ് എന്നാണ്. ഇവർക്ക് ടാൻജിബിൾ അസറ്റ്സ്, ലാൻഡ് ബിൽഡിംഗ് ഉണ്ട്, പ്ലാൻ മെഷീനറി ഉണ്ട്. പിന്നെ കറണ്ട് അസറ്റ്സിൽ സ്റ്റോക്ക് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്, ക്യാഷ് ഉണ്ട്. അതെടുത്തു. അടുത്തത് 2 ലയബിലിറ്റിയാണ്. ലയബിലിറ്റി അവർക്ക്
12% ഡിബഞ്ചേഴ്സ് ഉണ്ട്. അവിടെ നോൺ കറണ്ട് ലയബിലിറ്റീസ്, ലോങ് ടൈം ബോറോയിങ്സിൽ 12% ഡിബഞ്ചേഴ്സ് ഉണ്ട്. അതുകൂടാതെ ലോങ് ടൈം പ്രൊവിഷൻസ് ഉണ്ട്. പ്രൊവിഷൻസിൽ എക്സ് ലിമിറ്റഡിനുള്ളത് പെൻഷൻ ഫണ്ടാണ്. എന്താണാവോ? പെൻഷൻ ഫണ്ട്. അപ്പോൾ അവിടെ രണ്ടാമത്തെ ഐറ്റം 12% ഡിബഞ്ചേഴ്സ് ഡെറ്റർ. ഡിബഞ്ചേഴ്സ് 1 lakh. നെക്സ്റ്റ് പെൻഷൻ ഫണ്ട് ഡെറ്റർ. പെൻഷൻ ഫണ്ട് ഡെറ്റർ 20,000. സൺട്രി ക്രെഡിറ്റേഴ്സ് ഡെറ്റർ. സൺട്രി ക്രെഡിറ്റേഴ്സ് ഡെറ്റർ 3,20,000. 2. റിയലൈസേഷൻ 3, 20, 20, 40. 4,40,000. അസറ്റ് ക്ലോസ് ചെയ്തു, ഏറ്റെടുത്ത ലയബിലിറ്റീസ് ക്ലോസ് ചെയ്തു. പിന്നീട് കൺസിഡറേഷൻ ഡ്യൂ ആകുന്നത് പർച്ചേസിംഗ് കമ്പനിയുടെ പേര് ഇസഡ് ലിമിറ്റഡ് എന്നാണ്. ഇസഡ് ലിമിറ്റഡ് ഡെറ്റർ. 2. റിയലൈസേഷൻ. പർച്ചേസ് കൺസിഡറേഷൻ 4,50,000 നമ്മൾ കണ്ടതാണ്. 4,50,000. 4,50,000. നാലാമത്തത് കൺസിഡറേഷൻ കിട്ടുന്നതാണ്. ഇവിടെ കൺസിഡറേഷൻ കിട്ടുന്ന ഷെയർ മാത്രമല്ല, പണവും കിട്ടുന്നുണ്ട്. ഇവിടെ ഷെയർ കിട്ടുന്ന 3 ലക്ഷം, ക്യാഷായിട്ട് വരുന്ന 1,50,000. അപ്പോൾ കൺസിഡറേഷൻ കിട്ടുമ്പോൾ ഷെയർസ് ഇൻ ഇസഡ് ലിമിറ്റഡ് ഡെറ്റർ 3 ലക്ഷം. ബാങ്ക് ഡെറ്റർ 1,50,000. 2. ഇസഡ് ലിമിറ്റഡ് 4,50,000. അസറ്റ് ക്ലോസ് ചെയ്തു, ലയബിലിറ്റി ക്ലോസ് ചെയ്തു, കൺസിഡറേഷൻ ഡ്യൂ ആയി, കൺസിഡറേഷൻ കിട്ടി. ഇവിടെ പർച്ചേസിംഗ് കമ്പനി ഏറ്റെടുക്കാത്ത അസറ്റ് ഇല്ല, ഏറ്റെടുക്കാത്ത ലയബിലിറ്റി ഇല്ല. ലിക്വിഡേഷൻ എക്സ്പെൻസ് ഒന്നും പറഞ്ഞിട്ടില്ല, ലിക്വിഡേഷൻ എക്സ്പെൻസും ഇല്ല. അടുത്തത് ഷെയർ ക്യാപിറ്റൽ റിയലൈസേഷൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പം 5ാമത്തെ സ്റ്റെപ്പ് ഇവിടെ അതാണ്. ഫോർ ക്ലോസിംഗ് റിയലൈസേഷൻ അക്കൗണ്ടാണ്. അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് എഴുതി പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കണം. പിന്നെ 6ാമത്തെ സ്റ്റെപ്പ് ഇവിടെ വരുന്നത് ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യണം. 7ാമത്തെ സ്റ്റെപ്പ് ഫിക്റ്റീഷ്യസ് അസറ്റ് ഉണ്ട്. ഇവിടെ എക്സ് ലിമിറ്റിനെ സംബന്ധിച്ച് അവിടെ പ്രിലിമിനറി എക്സ്പെൻസ് ഉണ്ട്. പുതിയ ബാലൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതാണ്, റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നിന്ന് പ്രിലിമിനറി എക്സ്പെൻസ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ് ഉണ്ട്, അത് ഫിക്റ്റീഷ്യസ് അസറ്റ് ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് കിട്ടിയ ഷെയറും അതോടൊപ്പം തന്നെ പണവും ആർക്ക് കൊടുക്കണം? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇത്രയും എൻട്രിക്കുള്ള സ്പേസ് വിട്ടേച്ച് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. റിയലൈസേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാണ്. ആദ്യത്തെ എൻട്രി 2 ലാൻഡ് ബിൽഡിംഗ് 3 ലക്ഷം. 2 പ്ലാൻ മെഷീനറി 250,000. ടു സ്റ്റോക്ക് 3 ലക്ഷം. ടു ഡെറ്റേഴ്സ് 1,20,000.
ടു ക്യാഷ് 5000. അടുത്ത ബൈ 12% ഡിവഞ്ചേഴ്സ് 1,00,000. പെൻഷൻ ഫണ്ട് 20,000. ബൈ സൺട്രി ക്രെഡിറ്റേഴ്സ് 3,20,000. മൂന്നാമത്തെ എൻട്രി ബൈ ഇസഡ് ലിമിറ്റഡ് 4,50,000. 4,50,000 റിയലൈസേഷനിലോട്ടെല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഡെബിറ്റ് ആദ്യത്തെ അസറ്റ് ക്ലോസ് ചെയ്തു, ലയബിലിറ്റി ക്ലോസ് ചെയ്തു, കൺസിഡറേഷൻ ഡ്യൂ ആയി. ഇതെല്ലാം കൂടെ കൂട്ടും വരുന്ന 3 2 5 3 8 8 1 9 9,75 ഇവിടെ. ഇവിടെ വരുമ്പോൾ 4 3 7 7,70 7,90 8,90 അപ്പോൾ ഇവിടെ എവിടെ കൂടുതൽ? ഡെബിറ്റ് സൈഡ് കൂടുതലാണ്. ഡെബിറ്റ് കൂട്ടണം. റിയലൈസേഷൻ റിസൾട്ട് ഇവിടെ കിട്ടുന്ന ലോസാണ്. റിയലൈസേഷൻ ഡെബിറ്റ് സൈഡ് കൂടിയാൽ ലോസ് ഓൺ റിയലൈസേഷനാണ്. ഡെബിറ്റ് കൂട്ടുന്നു. ഡെബിറ്റ് കൂട്ടുമ്പോൾ 0 0 0 5 2 5 7 1 3 4 2 6 3 9 9,75,000 9,75,000 വ്യത്യാസം 0 0 0. ഇവിടെ 5 5 2 7 9 9 8 17 17 1 5 3 8 1 9 85,000 ആണ്. ബൈ ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സ് ഇത് ലോസ് ഓൺ റിയലൈസേഷൻ ആണ്. ലോസ് ആണ്. ലോസ് വരുമ്പോൾ ബൈ ഷെയർ ഹോൾഡേഴ്സ് എന്നാണ്. അപ്പോൾ എൻട്രി ഷെയർ ഹോൾഡേഴ്സ് ഡെറ്റർ. ഷെയർ ഹോൾഡേഴ്സ് ഡെറ്റർ 85,000 ടു റിയലൈസേഷൻ 85,000. ലോസ് ഓൺ റിയലൈസേഷൻ. ഇത് കഴിഞ്ഞ് അടുത്തത് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ അവർക്ക് 5 ലക്ഷമാണ്. റിസർവ്സ് ആൻഡ് സർപ്ലസിലുള്ളത് റിസർവ് ഫണ്ടാണ്. റിസർവ് ഫണ്ട് അവിടെ തന്നിരിക്കുന്നത് 60,000 അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഡെറ്റർ, ഷെയർ ക്യാപിറ്റൽ ഡെറ്റർ 5 ലക്ഷം. റിസർവ് ഫണ്ട് ഡെറ്റർ, റിസർവ് ഫണ്ട് തന്നിരിക്കുന്ന ഫിഗർ 60,000 ടു ഷെയർ ഹോൾഡേഴ്സ് 5,60,000. അടുത്തിവിടെ ഫിക്റ്റീഷ്യസ് ഐറ്റം ഉണ്ട്, അതായത് പ്രിലിമിനറി എക്സ്പെൻസ് ഉണ്ട്. ആർക്ക്? എക്സ് ലിമിറ്റഡിന്. അപ്പോൾ എൻട്രി ഷെയർ ഹോൾഡേഴ്സ് ഡെറ്റർ, ഷെയർ ഹോൾഡേഴ്സ് ഡെറ്റർ പ്രിലിമിനറി എക്സ്പെൻസ് തന്നിരിക്കുന്നത് 25,000 ടു പ്രിലിമിനറി എക്സ്പെൻസ് 25,000. ഇത്രയും കഴിഞ്ഞ അടുത്തത് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ ആദ്യത്തെ ലോസ് ഓൺ റിയലൈസേഷൻ ഇവിടെ വന്നു. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഡെബിറ്റാണ്. ടു റിയലൈസേഷൻ, ടു
റിയലൈസേഷൻ 85,000 ആണ്. അടുത്തത് ബൈ ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷം. ബൈ റിസർവ് ഫണ്ട്സ് 60,000. നെക്സ്റ്റ് ഇത് ടു പ്രിലിമിനറി എക്സ്പെൻസ് 25,000. പിന്നെ ലാസ്റ്റ് കിട്ടിയ ഷെയറും പണവും ആർക്കുള്ളതാ? ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ കൺസിഡറേഷൻ കിട്ടിയ എത്രയാണ്? 4,50,000 ആണ്. 3 ലക്ഷം രൂപയുടെ ഷെയറും 1,50,000 ക്യാഷുമാണ്. ക്യാഷ് വന്നിട്ട് ഇവർക്ക് ക്യാഷ് പോയിട്ടില്ല. ഇവിടെ ലിക്വിഡേഷൻ എക്സ്പെൻസ് ഇല്ല. പർച്ചേസിംഗ് കമ്പനി ഏറ്റെടുക്കാത്ത ലയബിലിറ്റി ഇല്ല. ലിക്വിഡേഷൻ എക്സ്പെൻസ് ഉണ്ടായിരുന്നെങ്കിൽ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യണം. പർച്ചേസിംഗ് കമ്പനി ഏറ്റെടുക്കാത്ത ലയബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ആ ലയബിലിറ്റി കൊടുക്കണം. അതിനുശേഷം മിച്ചമുള്ള പണം ആർക്ക് കൊടുക്കാൻ പറ്റൂ? ഷെയർ ഹോൾഡേഴ്സിന്. പക്ഷേ ഈ കണക്കിൽ ഇത് രണ്ടുമില്ല. അപ്പോൾ ഈ കിട്ടിയ പണം മുഴുവൻ ആർക്കുള്ളതാണ്? ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പോൾ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഡെറ്റർ, ഡെറ്റർ ടു ഷെയർസ് ഇൻ ഇസഡ് ലിമിറ്റഡ് 3 ലക്ഷം. ടു ബാങ്ക് 1,50,000. അതിവിടെ പോസ്റ്റ് ചെയ്യാണ്. ടു ഷെയർസ് ഇൻ ഇസഡ് ലിമിറ്റഡ് 3 ലക്ഷം. ടു ബാങ്ക് 1,50,000. ഇവിടെ വരുമ്പോൾ 0 0 0 5 10 1 5 6 8 16 2 3 5,60,000. ഇങ്ങനെ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ഇവിടെ എക്സ് ലിമിറ്റഡ് ക്ലോസ് ചെയ്തപ്പോൾ ഏതൊക്കെ ചെയ്യണമല്ല? അസറ്റ് ക്ലോസ് ചെയ്തു, ലയബിലിറ്റി ക്ലോസ് ചെയ്തു, കൺസിഡറേഷൻ ഡ്യൂ ആയി, കൺസിഡറേഷൻ കിട്ടി, പിന്നെ ലിക്വിഡേഷൻ എക്സ്പെൻസ് ഇല്ല, പർച്ചേസിംഗ് ഏറ്റെടുക്കാത്ത അസറ്റ് ഇല്ല, ഏറ്റെടുക്കാത്ത ലയബിലിറ്റി ഇല്ല, പിന്നെ റിയലൈസേഷൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ 5 6 7 8 ഇത്ര എൻട്രിക്കുള്ള സ്പേസ് വിട്ടേച്ചാണ്. ഏതൊക്കെ എൻട്രിക്കുള്ള സ്പേസ് വിടണം? റിയലൈസേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് ക്ലോസ് ചെയ്യണം, ഷെയർ ക്യാപിറ്റൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് ക്ലോസ് ചെയ്യണം, ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യണം, കിട്ടിയ ഷെയറും ക്യാഷും ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. 4 എൻട്രിക്കുള്ള സ്പേസ് വിട്ടേച്ച് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് എഴുതി. ഇവിടെ റിസൾട്ട് കിട്ടി ലോസ് ഓൺ റിയലൈസേഷൻ, അത് ഷെയർ ഹോൾഡേഴ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ലാസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ക്ലോസ് ചെയ്തു. ഇത്രയാണ് ഏത് എക്സ് ലിമിറ്റഡിൻ്റെ ബുക്കിൽ. എക്സ് ലിമിറ്റഡ്. ഇതുപോലെ തന്നെ വൈ ലിമിറ്റഡ് ക്ലോസ് ചെയ്യണം. അത് ഞാനിവിടെ ചെയ്യുന്നില്ല, ഞാനത് പറയുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് വൈ ലിമിറ്റഡ് ബാലൻസ് ഷീറ്റ് എടുക്കുക. ആ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ്, വൈ ലിമിറ്റഡ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ്സ്, ടാഞ്ചിബിൾ, നോട്ട് നമ്പർ 3. നോട്ട് നമ്പർ 3യിൽ ടാഞ്ചിബിൾ ഏതൊക്കെയുണ്ട്? ലാൻഡ് ബിൽഡിംഗ് ഉണ്ട്, പ്ലാൻ മെഷീനറി ഉണ്ട്. അതുകൂടാതെ വേറെ അസറ്റ്സ്, കറണ്ട് അസറ്റ്സ്, നോൺ കറണ്ട് അസറ്റ്സ്. ഇവിടുത്തെ ക്ലോസ് ചെയ്യുമ്പോൾ 40,000 ഗുഡ് വില്ലുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. റിയലൈസേഷൻ ഡെറ്റർ ടു ഏതൊക്കെ എടുക്കാം? ടു ലാൻഡ് ബിൽഡിംഗ് 2,10,000, ടു പ്ലാൻ മെഷീനറി 2,50,000, ടു ഗുഡ് വില്ല് 40,000, ടു സ്റ്റോക്ക് 1,50,000, ടു ഡെറ്റേഴ്സ് 30,000, ടു ക്യാഷ്
10,000. അപ്പോൾ അസറ്റ് ക്ലോസ് ചെയ്യണം. നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് എടുക്കണം. അതിൽ ആ കണക്കിൽ ഫിക്സഡ് അസറ്റ്സ്, ടാൻജിബിൾ ഏതൊക്കെയുണ്ട്? ലാൻഡ് ബിൽഡിംഗ് ഉണ്ട്, പ്ലാന്റ് മെഷീനറി ഉണ്ട്. ഇൻടാൻജിബിൾ അവിടെ ഗുഡ് വില്ലുണ്ട്. പിന്നെ അടുത്തത് കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ്സിൽ സ്റ്റോക്ക് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്, ക്യാഷ് ഉണ്ട്. ഇതെല്ലാം ക്ലോസ് ചെയ്യുക. അപ്പോൾ എൻട്രി റിയലൈസേഷൻ ഡെറ്റർ ടു ലാൻഡ് ബിൽഡിങ്, ടു പ്ലാന്റ് മെഷീനറി, ടു ഗുഡ് വില്ല്, ടു സ്റ്റോക്ക്, ടു ഡെറ്റേഴ്സ്, ടു ക്യാഷ്. ആദ്യത്തേത്. 2 ലയബിലിറ്റി. അവിടെ ഡിബഞ്ചർ ഉണ്ട്. 12% ഡിബഞ്ചേഴ്സ് ഡെറ്റർ 60,000. പിന്നെ പ്രൊവിഷൻ ഓഫ് വർക്ക്മെൻ സേവിങ്സ് ഡിപ്പോസിറ്റ്സ് 70,000. പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് 70,000. ഇപ്പോൾ ഏതൊക്കെ ലയബിലിറ്റി ആ കണക്കിലുണ്ട്? 12% ഡിബഞ്ചേഴ്സ് ഡെറ്റർ, വർക്ക്മെൻ സേവിങ്സ് ഡിപ്പോസിറ്റ് ഡെറ്റർ, നെക്സ്റ്റ് സൺട്രി ക്രെഡിറ്റേഴ്സ് ഡെറ്റർ ടു റിയലൈസേഷൻ. അപ്പോൾ ആദ്യത്തെ 2 കഴിഞ്ഞു. 3 കൺസിഡറേഷൻ ഡ്യൂ ആകുന്നു. ഇസഡ് ലിമിറ്റഡ് ഡെറ്റർ പർച്ചേസിംഗ് കമ്പനിയാണ്. 2 റിയലൈസേഷനാണ്. ഫിഗർ 2,40,000 ആണ്. കൺസിഡറേഷൻ ഡ്യൂ ആയി. പിന്നെ കൺസിഡറേഷൻ കിട്ടുമ്പോൾ ഷെയർസ് ഇൻ ഇസഡ് ലിമിറ്റഡ് ഡെറ്റർ 1,60,000. ബാങ്ക് ഡെറ്റർ 80,000. 2 ഇസഡ് ലിമിറ്റഡ് 2,40,000. അപ്പം 4 അസറ്റ് ക്ലോസ് ചെയ്തു, ലയബിലിറ്റി ക്ലോസ് ചെയ്തു, കൺസിഡറേഷൻ ഡ്യൂ ആയി, കൺസിഡറേഷൻ കിട്ടി. ഇവിടെ ലിക്വിഡേഷൻ എക്സ്പെൻസ് ഇല്ല, ഏറ്റെടുക്കാത്ത അസറ്റ് ഇല്ല, ഏറ്റെടുക്കാത്ത ലയബിലിറ്റി ഇല്ല. പിന്നെ റിയലൈസേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് ട്രാൻസ്ഫർ ചെയ്യാൻ എൻട്രി വേണം. ഷെയർ ക്യാപിറ്റൽ റിസർച്ച് ആൻഡ് സർപ്ലസ് ക്ലോസ് ചെയ്യാൻ എൻട്രി വേണം. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഉണ്ട്. ഈ കണക്കിൽ ഫിക്റ്റീഷ്യസ് ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഫിക്റ്റീഷ്യസ് അസറ്റ് P&L അക്കൗണ്ടാണ്. P&L അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. ആ റിസർച്ച് ആൻഡ് സർപ്ലസ് ചെയ്യുന്ന P&L അക്കൗണ്ട് 1,10,000 കുറച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം P&L അക്കൗണ്ട് ഏത് ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസ്. അത് പഴയ ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ അസറ്റ് സൈഡിലാണ് P&L അക്കൗണ്ട് വന്നിരിക്കുന്നത്. P&L അക്കൗണ്ട് എവിടെ വന്നു? അസറ്റ് സൈഡിൽ. അപ്പോൾ അത് ക്ലോസ് ചെയ്യണം. അപ്പോൾ നോക്കുക, റിയലൈസേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് ട്രാൻസ്ഫർ ചെയ്യണം, ഷെയർ ക്യാപിറ്റലും റിസർച്ച് ആൻഡ് സർപ്ലസ് ക്ലോസ് ചെയ്യണം, ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഇവിടെ P&L ഉണ്ട്, P&L ക്ലോസ് ചെയ്യണം. പിന്നെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടിയ ഷെയറും പണവും കൊടുക്കണം. ആ 4 എൻട്രിക്കുള്ള സ്പേസ് വിട്ടേച്ച് റിയലൈസേഷൻ അക്കൗണ്ട് എഴുതുക. റിയലൈസേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് ട്രാൻസ്ഫർ ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ലാസ്റ്റ് ഓപ്പൺ ചെയ്യേണ്ട അക്കൗണ്ട് അവിടെ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇതുപോലെ വേണം ആക്കണം. ഏത്? Y ലിമിറ്റഡ് ക്ലോസ് ചെയ്യണം. അത് തന്നെ ചെയ്യണം. ഓക്കെ.